അതിൻ്റെ അപ്പാപ്പൻ ഇപ്പം എന്തിനാ കുഴപ്പമായിരുന്നു ഇതൊക്കെ കണ്ടുപിടിച്ചത്? അത് അയാൾക്ക് ഉൾഫ് അവാർഡ് കിട്ടിയ സമയത്ത് ഈ നോബൽ കിട്ടിയേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് കണ്ടുപിടുത്താ. എന്നിട്ട് എന്താ എൻ്റെ കിട്ടിയേ നോബൽ പ്രൈസ്? ആ കണ്ടുപിടിച്ച സാധനത്തിന് എന്തോ മിസ്കാൽക്കുലേഷൻ കാരണം പിന്നീട് അത് പ്രൊജക്റ്റ് ആയില്ല എന്ന് തോന്നുന്നു. എന്നാലും ആദ്യത്തെ പ്രോട്ടോടൈപ്പ് എങ്ങാണ്ട് അയാൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് വർക്കായിരുന്നെങ്കിൽ മനുഷ്യന്മാരെ സ്വപ്നമൊക്കെ ഈ സിനിമയിലെ കാണാൻ പറ്റും. ഇത് അങ്ങനെയൊന്നും പറ്റൂല. ഇതിപ്പോൾ ഫസ്റ്റ് പ്രോട്ടോടൈപ്പ് അല്ലേ, ഇതിൻ്റെ അകത്തെ ഡ്രീമിൻ്റെ ഇമോഷണൽ ലെവൽ മാത്രം അറിയാൻ പറ്റും. അതായത് ഇപ്പോൾ ഒരു സബ്ജക്റ്റിനെ നമ്മൾ സെഡേറ്റ് ചെയ്ത് കിടത്തുകയെന്ന് വിചാരിച്ചു. സെഡേറ്റ് ചെയ്ത് കിടക്കുന്ന ആൾ ഡ്രീം കാണുമ്പോൾ ഈ ഡ്രീം എന്ന് പറയുന്നത് ഇമ്പൾസ് കാരണം ഉണ്ടാകുന്നത്. ഡ്രീം കാണാൻ കാരണമാകുന്ന ഇമ്പൾസ് എന്ന് പറയുന്നത് എപ്പോഴും ഓസിലേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുമായിരിക്കും ബ്രെയിൻ്റെ അകത്തൂടെ. ഈ ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതിനെ നമ്മൾ ഒരു ന്യൂറോ റെസൊണൻസ് റേഡിയേഷൻ വഴി ട്രാപ്പ് ചെയ്യും. ആ റേഡിയേഷൻ ഉണ്ടാക്കുന്നതാണ് ഈ മെഷീൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ റേഡിയേഷൻസ് ഈ ഇമ്പൾസിനെ ട്രാപ്പ് ചെയ്ത് നേരെ സോമിനോഗ്രാഫിലോട്ട് കൊണ്ടുവരുമ്പോൾ ഈ ഇമ്പൾസ് എന്ന് പറയുന്ന ചാർജസ് ആണല്ലോ, ആ ചാർജസിനെ ഈ മെഷീൻ ആക്സിലറേറ്റ് ചെയ്യും. ആ ആക്സിലറേറ്റഡ് ആയിട്ടുള്ളത് നേരെ എമിറ്റിംഗ് സ്ക്രീനിൽ വഴി കയറി പോകുമ്പോൾ അത് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ വരുന്ന ലൈറ്റ് ഹൈ ഇൻറ്റൻസിറ്റിയിലുള്ളതാണെങ്കിൽ ഡ്രീം ആൻസൈറ്റി ഉണ്ടാക്കുന്നതാണെന്നും ലോ ഇൻറ്റൻസിറ്റിയിലുള്ളതാണെങ്കിൽ ഡ്രീം കാമായിട്ടുള്ളതാണെന്നും ഇനി അഥവാ മിക്സഡ് ആണെങ്കിൽ അത് ഹാപ്പിനെസ് ഉണ്ടാക്കുന്ന രീതിയിലാണെന്നുള്ളതാണ് ഈ എക്സ്പെരിമെൻറ്റിൻ്റെ ഉദ്ദേശം. പക്ഷേ ഇത് സക്സസ് ആയില്ല. അപ്പോൾ ഇന്നലെ നീ സ്വപ്നം കണ്ടു, അത് വല്ലതും നടക്കുമെന്ന് വല്ല ഉറപ്പുണ്ടോ? ഇത്ര നാൾ കണ്ട സ്വപ്നമൊക്കെ നടന്നായിരുന്നോ? അപ്പോൾ ഇത് നടക്കും, വലിയ സംശയമൊന്നും വേണ്ട. എടാ പണ്ട് നിൻ്റെ അച്ഛനും ഇതേപോലെ എന്തോ പ്രശ്നമില്ലായിരുന്നു? അതിന് കാരണം ആരാ? ഈ അപ്പാപ്പൻ തന്നെ. ഈ സോമിനോഗ്രാഫിൻ്റെ മെഷീൻ അയാൾ കണ്ടുപിടിച്ചില്ലേ? കണ്ടുപിടിച്ച സമയത്ത് അത് ആദ്യമായിട്ട് പരീക്ഷിച്ചത് അച്ഛൻ്റെ മേത്തായിരുന്നു. പുള്ളി ചെറുതായിരുന്നപ്പം കണ്ട്. എന്നിട്ട് ആ മെഷീനിലൊരു ന്യൂറോ റെസൊണൻസ് റേഡിയേഷൻ ഉണ്ട്. അത് വെച്ചിട്ടാണ് ഈ ഡ്രീം ക്യാപ്ചർ ചെയ്യുന്നത്. ഈ റേഡിയേഷൻ്റെ ഫ്രീക്വൻസി അപ്പാപ്പൻ അഡ്ജസ്റ്റ് ചെയ്ത് കറക്റ്റായിട്ടല്ല. അത് കാരണം റേഡിയേഷൻ എൻ്റെ അപ്പൻ്റെ തലയിൽ അടിച്ച് കയറി തല ചൂടായി കുറച്ചാൾ പുള്ളി ആശുപത്രിയിലൊക്കെ ആയിരുന്നു. എന്നിട്ടും പുള്ളിക്ക് പിന്നെ എന്നെ പോലെ ഡ്രീം കാണാൻ പറ്റുന്ന ഒരു കുഴപ്പം പിന്നെ വന്നായിരുന്നു. പുള്ളിക്ക് പക്ഷേ പാസ്റ്റായിരുന്നു കാണാൻ പറ്റുന്നത്. അങ്ങനെ ഈ പാസ്റ്റ് ഇൻസിഡൻ്റൊക്കെ പുള്ളിക്ക് എന്താ ജനിച്ചതിൻ്റെ ഉള്ള കാര്യങ്ങൾ വരെ പുള്ളി ഇങ്ങനെ സ്വപ്നം പോലെ കണ്ട് ലാസ്റ്റ് ഈ ഇല്യൂഷൻ പരിപാടിയൊക്കെ വന്നു മൈൻഡിൽ. ഡ്രീം ഏതാ റിയാലിറ്റി ഏതാണെന്ന് അറിയാൻ പറ്റാണ്ട് ലാസ്റ്റ് തന്നെ പുള്ളിനെ ഡെയിലി സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോകേണ്ട ആവശ്യം. ഒക്കെ അച്ഛൻ പണ്ട് കള്ളു കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ അമ്മയടുത്ത് പറയുന്നത് ഞാൻ മാറിയെന്ന് കേട്ടിട്ടുള്ളത്. വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ഈ അപ്പാപ്പൻ്റെ അച്ഛനും പണ്ടേ കീരിയും പമ്പും കിടക്കണം. കുറ്റം പറഞ്ഞിരിക്കും. പക്ഷേ ഇത് ഞാൻ അപ്പാപ്പനോട് ഇടയ്ക്ക് ചോദിച്ചു നോക്കിയപ്പോൾ പുള്ളി ദേഷ്യപ്പെട്ടിട്ട് പറഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല, നിൻ്റെ അപ്പനെ ഭ്രാന്താപം വെറുതെ പറയുന്നതെന്നൊക്കെ പറഞ്ഞതാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ അപ്പാപ്പൻ മരിച്ചേ പിന്നെ അയാളുടെ പെട്ടിയൊന്ന് തുറന്നു നോക്കിയപ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് മറ്റേ ഈ സോമിനോഗ്രാഫിൻ്റെ ഫയൽ കിട്ടുന്നു. അപ്പോഴാണ് ഈ കഥ ചിലപ്പോൾ ഇനി ഉള്ളതായിരിക്കോ, ഇനി ഞാൻ കാണുന്ന ഡ്രീമിൻ്റെയൊക്കെ കുഴപ്പം ഇതായിരിക്കോ എന്നൊക്കെ എനിക്ക് തോന്നി. ഇത് നിൻ്റെ അപ്പാപ്പൻ്റെ അകത്ത് പരീക്ഷ നോക്കിയിട്ടുണ്ടോ? ഇല്ല. പിന്നെ എങ്ങനെ പറ്റും? എങ്ങനെ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ റേഡിയേഷൻ കാരണം അച്ഛൻ്റെ തലയിൽ ഏതെങ്കിലും സെൽസിന് മ്യൂട്ടേഷൻ സംഭവിച്ചിട്ടുണ്ടോ എന്ന് വിചാരിച്ചു. ആ മ്യൂട്ടേഷൻ സംഭവിച്ചിട്ടുള്ള സാധനം എന്നെ പ്രസവിച്ച സമയത്ത് എന്നിലോട്ടും ജീൻ വഴിയായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇതേപോലത്തെ കുഴപ്പങ്ങൾ വരാനുള്ള ചാൻസ് ഇല്ല. പുള്ളി പാസ്റ്റ് കാണുന്നു, ഞാൻ സ്വപ്നത്തിൽ ഫ്യൂച്ചർ കാണുന്നു, ഇത്രേ ഉള്ളൂ എന്ന്. അഥവാ നിനക്കിപ്പോൾ ഫ്യൂച്ചർ കാണാൻ പറ്റുമെങ്കിൽ തന്നെ സൂപ്പർ പവർ ആണെങ്കിൽ കാണാൻ പറ്റുന്ന വല്ലാത്ത ഫ്യൂച്ചറെല്ലാം എനിക്ക് തടയാൻ പറ്റണം. എനിക്കിപ്പോൾ എന്നാ ചെറുതിലെ തൊട്ട് കാണുന്ന ഫ്യൂച്ചറും തടയാനൊന്നും പറ്റത്തൊന്നുമില്ല. ഇപ്പോൾ ഈ ഇടയ്ക്ക് തന്നെ എൻ്റെ വീട്ടിൻ്റെ അപ്പുറത്തുള്ള ചെറുക്കൻ ടെറസിൻ്റെ മുകളിൽ താഴ്ന്ന് വീഴുമെന്ന് ഞാൻ ഒരു സ്വപ്നം കണ്ടായിരുന്നു. സ്വപ്നം കണ്ട് എണീറ്റ് ഉടനെ ഞാൻ ആദ്യം അവൻ്റെ വീട്ടിലോട്ട് ഓടി അങ്ങനെ ടെറസിൽ കയറല്ലേ എന്ന് പറയാൻ പോയപ്പോൾ ടെറസിൻ്റെ മുകളിൽ താഴെ വന്ന് കറക്റ്റായിട്ട് വീണ തരം ഇപ്പോൾ ആശുപത്രിയില്ല. ഇതാണ് കുഴപ്പം. ഞാൻ ഒന്നേനെ ഉറക്കണിട്ട് സ്വപ്നം നടക്കുന്നതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ പോകുന്ന പോയിന്റിൽ അത് നടക്കും. ഇല്ലെങ്കിൽ ആ സ്വപ്നം നടക്കാൻ പോകുന്ന പോയിന്റിലായിരിക്കും ഞാൻ അറിയുന്നത് ഇത് ആ സ്വപ്നം ആയിരിക്കുമല്ലോ. ആ റിയലൈസേഷൻ അപ്പോഴായിരിക്കും ഹിറ്റ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ എടുക്കാന്ന് പറഞ്ഞാലും ഇപ്പം എൻ്റെ അപ്പാപ്പനും ഇല്ല അച്ഛനും ഇല്ല. അല്ലെങ്കിൽ നീ സാധാരണ കാണുന്ന സ്വപ്നത്തിൽ എന്തെങ്കിലുമൊക്കെ നടക്കും. ഇപ്പം ഇന്നലെ കണ്ടത് അങ്ങനെയൊന്നും ഇല്ലല്ലോ. ഒരു കാര്യം ചെയ്യും,
നീ ഇന്ന് രാത്രിയും കൂടി നോക്കിയോ? ഒരു കാര്യം പറയട്ടെ, എന്ത് ഇമ്മാതിരി സ്വപ്നമൊക്കെ മിക്കവരും കാണുന്നത് തന്നെ. ഇത് നിന്റെ വലിയ ഓവർ തിങ്കിങ് കൊണ്ട് കടിച്ച്. അപ്പൊ എനിക്ക് എന്റെ അപ്പനെ പോലെ ഭ്രാന്താണെന്ന് നീ പറഞ്ഞു. ആരും പറഞ്ഞു വിശ്വസിക്കാത്ത കാര്യം നീ അങ്ങനെ എന്നെ പറഞ്ഞോ. ഇത് വച്ച് കൂട്ടാതെ ഇത് വലിയ ക്രോണിക് സ്കീസോഫീനിയയിൽ പോവോ? സ്കീസോഫീനിയാണെങ്കിൽ ഞാൻ നേരത്തെ കണ്ട സ്വപ്നങ്ങളൊക്കെ എങ്ങനെ നടക്കുന്നത്? ഇപ്പം അവസാനം കണ്ട രണ്ടെണ്ണം നടന്നില്ലല്ലോ. ഇപ്പൊ നടന്നില്ല, അതുകൊണ്ട് ഇനി നടക്കൂല എന്നല്ലല്ലോ. ഇത്ര നാൾ കണ്ട സ്വപ്നങ്ങളൊക്കെ എണീറ്റുണ്ടല്ലോ. അത് കുറച്ച് സമയം എടുക്കുമായിരിക്കും. ഇത് വല്ലതും കൂടണതിന് മുമ്പ് വല്ലവരെയും കാണിക്കാൻ നോക്കി, ഇല്ലെങ്കിൽ വല്ല ഉറക്ക വിളയും കഴിച്ച് കിടന്ന് ഉറങ്ങും. ഇതിനെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, ഞാൻ പോണു. നീ എങ്ങനെയില്ലെങ്കിൽ According to officials at the NASA and the European Space Agency, the object, classified as a near-Earth asteroid, was detected several weeks ago but has now been confirmed to be on an impact trajectory. Experts estimate the meteor measures approximately 300 meters across and is traveling at more than 40,000 miles per hour. Current projections indicate it will enter Earth's atmosphere within the next 72 hours. Authorities say the projected impact zone is in the Pacific Ocean. 700 miles. നീ ഇന്നലെ ഒന്നും കണ്ടില്ല. ഇത് മറ്റേതല്ല. നീ നിന്റെ അപ്പൂപ്പൻ മരിച്ചതെന്നോട്ട് കുറച്ച് സ്പഷ്ടമായിരുന്നു. അതിൻ്റെയാണ്. നീ കുറച്ച് വെളിയിലോട്ടൊക്കെ ഇറങ്ങാം, താനെ മാർഗം എടുക്കടേ. അതല്ല വിഷയമുണ്ടോ ചെറിയ? എന്ത്? അല്ല, ഇത്രയും നാള് ഞാൻ ഇതിന്റെ കാരണം ഡാർക്ക് അടിച്ച് നടന്നില്ലായിരുന്നു. അപ്പോൾ ഇവള് വിളിക്കുന്ന ഫോൺ കോളൊന്നും എടുക്കുന്നില്ല. ഞാൻ ഡാർക്ക് അടിച്ച് നോക്കുന്ന മെസ്സേജിന് ഞാൻ റിപ്ലൈ കൊടുക്കുന്നില്ല. ഇനിയിപ്പോൾ എടുത്തു കഴിഞ്ഞാൽ അവളെ വല്ല ബ്രേക്കപ്പ് ഇതൊക്കെ എന്ന് പറയാം. അത് വിഷയമാണ്. അത് ഇനി എടുത്താലല്ലേ അറിയാവൂ. അപ്പം അതല്ല, അവളെ എവിടെ വെച്ചെന്ന് കാണണോ, ഇപ്പോൾ കണ്ടാലേ പറ്റുള്ളൂ പറഞ്ഞ മെസ്സേജൊക്കെ ഇട്ടേക്കുന്നു. പോയി കണ്ട ഇപ്പം വരെ ബ്രേക്കപ്പ് എന്നായാലും പറഞ്ഞല്ലോ. ഇപ്പോൾ ഒരു ഡാർക്കും കഴിഞ്ഞ് നിൽക്കണതേ ഉള്ളൂ. ഒന്നാ സീനില്ല അല്ലേ? അപ്പോൾ ഹലോ ഹലോ
ഇനിയിപ്പോൾ ഫ്യൂച്ചർ കാണാൻ പറ്റണമെങ്കിൽ അത് സൂപ്പർ പവർ അല്ലേ? സൂപ്പർ പവർ ആണെങ്കിൽ കാണാൻ പറ്റുന്ന വല്ലാത്ത ഫ്യൂച്ചറെല്ലാം എനിക്ക് തടയാൻ പറ്റണം. എനിക്കിപ്പോൾ എന്നാ ചെറുതിൽ തൊട്ട് കാണുന്ന ഫ്യൂച്ചറും തടയാനൊന്നും പറ്റത്തൊന്നുമില്ല. ഇതാണ് കുഴപ്പം. ഞാൻ ഒന്നേനെ ഉറക്കണിട്ട് ആ സ്വപ്നം നടക്കുന്നതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ പോകുന്ന പോയിന്റിൽ അത് നടക്കും. ഇല്ലെങ്കിൽ ആ സ്വപ്നം നടക്കാൻ പോകുന്ന പോയിന്റിലായിരിക്കും ഞാൻ അറിയുന്നത് ഇത് ആ സ്വപ്നമായിരിക്കും. അവസാനം കണ്ട രണ്ടെണ്ണം നടന്നില്ലല്ലോ. ഇപ്പം നടന്നില്ല, അതുകൊണ്ട് ഇനി നടക്കില്ല എന്നല്ലല്ലോ. ഇത്ര നാൾ കണ്ട കുറ്റങ്ങളൊക്കെ എണീറ്റോട്ടല്ലേ, അത് കുറച്ച് സമയം എടുക്കുമായിരിക്കും.